ഈ കാലാവസ്ഥാ പ്രവചനത്തിന് ഇപ്പോൾ ഒരു വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ കാലാവസ്ഥാ പ്രവചനത്തിൽ ഈ മൺസൂൺ ഉണ്ടാകുന്നത് എന്ത് ഒരു പ്രതിഭാസമാണ്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാൻ കഴിയുമോ? അതൊന്ന് പറയാം, എന്നിട്ട് ഞാൻ വഴിയെ ബാക്കി കാര്യങ്ങൾ ചോദിച്ചോ. ഓക്കെ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതലേ പഠിച്ച ഒരു ശാസ്ത്ര സത്യമുണ്ട്. സൂര്യനെ ചുറ്റി ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഈ കറക്കം വെറും ഒരു കൃത്യമായ ഒരു സർക്കിളിലല്ല, ദീർഘവൃത്താകൃതിയിലാണ്. ഇങ്ങനെ കുറുകിയും നീണ്ടുമാണ് ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് വരുമ്പോൾ നല്ല ചൂടായിരിക്കും. അതെ അല്ലേ? അതെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്തായിരിക്കും? ഭയങ്കരമായ ചൂടായിരിക്കും. വേനൽക്കാലം. അത് അകന്നു പോകുന്നതിനനുസരിച്ച് ഏറ്റവും അകന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും ചൂട് കുറവുള്ള മഞ്ഞുകാലം ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? മഴയുണ്ടാവും. മഴ. അപ്പോൾ ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി എന്താണ് ഈ മൺസൂൺ എന്നുള്ളത്? അതെ. അപ്പോൾ അതിനെ ഈ തെക്ക് പടിഞ്ഞാറൻ ദിശയിലൂടെ വരുന്ന കാറ്റ്, അതിനെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം, മൺസൂൺ എന്നാണ് നമ്മൾ ഇവിടെ അറിയപ്പെടുന്നത്. അതെ അതെ. അപ്പോൾ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സിലെ മുതലേ പഠിച്ചിട്ടുണ്ട്. മഴയുണ്ടാകുന്നത് എങ്ങനെ? വെള്ളം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിൽ പോയി ഘനീഭവിച്ച് മഴയായി പെയ്യുന്നു. ഇതിനപ്പുറം നമുക്ക് അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല, കഴിഞ്ഞു. അതെ. പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ ഈ കാലാവസ്ഥാ പ്രവചനമൊക്കെ നടത്തുന്ന സമയത്ത് ഇത് മൺസൂൺ ഉണ്ടായി, ന്യൂനമർദ്ദം ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നമുക്കതിനെക്കുറിച്ച് ആ സാങ്കേതികമായ പദത്തിനപ്പുറം അതെന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറുമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ മൺസൂൺ ഉണ്ടാകുന്നതെന്ന് ആദ്യം നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ തൊട്ടപ്പുറത്ത് കടൽ കിടപ്പുണ്ട്. അതെ. ഈ കടലാണ് ഈ മഴ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ വെള്ളം ബാഷ്പീകരിച്ച് പോകുന്നത് മഴയാണ് അല്ലേ? നമ്മുടെ നദികളിലും കുളങ്ങളിലും ഒക്കെ വെള്ളമുണ്ട്, പക്ഷേ കടലിനെ അപേക്ഷിച്ച് അത് അളവിൽ കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നീരാവി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലം കടലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി 2 തരം വായു മേഖലകളുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ. ഒന്ന് അതിയായ ചൂട് അനുഭവപ്പെടുന്ന മേഖലയും, പിന്നെ അതിൻ്റെ വിപരീത ദിശയിലുള്ള മേഖലയും. ഇപ്പോൾ ചൂട് കൂടിയാൽ ഈ വായു ചൂട് കൂടി അത് മുകളിലേക്ക് ഉയർന്നു പോകും. അതെ അതെ. ഉയർന്നു പോകുന്ന അപ്പോൾ അത്രയും ഭാഗം അത് വേക്കൻ്റ് ആണല്ലോ, ബ്ലാങ്ക് ആണ്. അങ്ങോട്ടേക്ക് ഇടിച്ചു കയറും. ഏത്? തണുത്ത കാറ്റ് ഇടിച്ചു കയറും. ഇപ്പം ഈ കാറ്റിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണോ ഈ ചൂട് കൂടി ഈ കാറ്റ് മുകളിലേക്ക് പോയ, അതായത് ഒഴിഞ്ഞ വേക്കൻ പ്രദേശം എങ്ങോട്ടാണ് അങ്ങോട്ടേക്കായിരിക്കും കാറ്റ് എപ്പോഴും വരിക. ഇപ്പം നമ്മുടെ കരപ്രദേശത്ത് ചൂട് കൂടി ഇത് നമ്മുടെ വായു മുകളിലേക്ക് പോയാൽ ഇപ്പോൾ എപ്പോഴും ഈ കാറ്റിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് എവിടെയാണോ വേക്കൻ്റ് ഏരിയ അങ്ങോട്ടേക്കായിരിക്കും ഇത് വന്ന് കയറുക. അപ്പോൾ നമ്മുടെ ഇവിടെ കരപ്രദേശത്ത് വായു ചൂട് കൂടി മുകളിലേക്ക് പോയാൽ അങ്ങോട്ടേക്ക് കടലിൽ നിന്നുള്ള കാറ്റ് ഇങ്ങോട്ട് വന്ന് കയറും. കാര്യം കരയെ അപേക്ഷിച്ച് കടലിൽ കുറച്ചുകൂടി തണുത്ത അവസ്ഥയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവിടുത്തെ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ജലം കൂടുതലുള്ളത് കൊണ്ട് വലിയ രീതിയിൽ നീരാവിയുള്ള സംഗതിയായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക. ഈ സംഗതി ഈ കടലിൽ നിന്നുള്ള കാറ്റ് ഇങ്ങോട്ടേക്ക് വന്ന് അതൊരു കാറ്റല്ലേ, അങ്ങ് ഓടിയങ്ങ് പോവുക എന്നുള്ളതാണ് നമ്മൾ സാമാന്യ യുക്തിയിൽ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് ഇവിടെ ഒരു മതിൽ പോലെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത്. ഈ കാറ്റ് വന്ന് ഇതിൽ തട്ടും, നേരെ മുകളിലേക്ക് പോകും, വീണ്ടും അതൊന്നുകൂടി ഒന്ന് തണുക്കും, അങ്ങനെ ഇവിടെ മഴ സംഭവിക്കും. അപ്പോൾ ഇനി എന്തുകൊണ്ട് ഇതിനെ ഈ മൺസൂൺ എന്നും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്ന് പറയപ്പെടുന്നതിന് അതിനൊരു കാരണമുണ്ട്. കാരണം ഭൂമി ഉരുണ്ടതാണ് എന്നാണല്ലോ നമ്മൾ പഠിച്ചു വച്ചേക്കുന്നത്. ഈ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനോടൊപ്പം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അത്യാവശ്യം നല്ല വേഗതയിലാണ് കറങ്ങുന്നത്, നമുക്കത് അനുഭവപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഭൂമിയെ ചുറ്റിയാണല്ലോ ഈ കാറ്റ് സഞ്ചരിക്കുക, അല്ലേ? ഈ കാറ്റ് ഭൂമി നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു നേർരേഖയിൽ പോകുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ കാറ്റിന് അങ്ങനെ അനുഭവപ്പെടണമെന്നില്ല. ഇങ്ങനെ ഈ വേഗതയിൽ വന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ അതും വേഗതയിൽ സഞ്ചരിക്കണമെന്നില്ല. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നമ്മുടെ ഭൂമിക്ക് 2 അർദ്ധഗോളങ്ങളുണ്ട്, വടക്കും തെക്കും, നോർത്തേൺ സ്ഫിയറും സൗത്തേൺ സ്ഫിയറും. അപ്പോൾ ഇതിൽ ഈ വടക്കൻ അർദ്ധഗോളത്തിൻ്റെ ഭാഗത്തുകൂടിയാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൽ കൂടി ഈ കാറ്റ് പോകുമ്പോൾ അതും നേർരേഖയിൽ പോകണമെന്നില്ല, അത് വളഞ്ഞങ്ങ് പോകും, വലത്തോട്ട് പോകും എന്നാണ് പറയപ്പെടുന്നത്. അതിനെ ഈ കോറിയോലിസ് പ്രഭാവം എന്നാണ് അതിനെ ശാസ്ത്രീയമായിട്ട് നിർവചിച്ച് വെക്കുക. അതായത് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം അല്ലെങ്കിൽ കറക്കം മൂലം നേർരേഖയിൽ പോകേണ്ട കാറ്റ് വഴിതിരിഞ്ഞു പോകുന്നതിനെയാണ് ഈ കോറിയോലിസ് പ്രഭാവം എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്
ഈ നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ നോർത്തേൺ സ്ഫിയറിൽ കൂടി വരേണ്ട കാറ്റ് നേരെ വന്നിട്ട് വലത്തോട്ട് തിരിയും. വലത്തോട്ട് തിരിഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറൻ ദിശയിലൂടെയാണ് നമ്മുടെ ഈ കരയിലേക്ക്, നമ്മുടെ കേരളം ഉൾപ്പെടുന്ന കരയിലേക്ക് ഈ കാറ്റ് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുകൂടി ഈ കാറ്റ് വന്നിട്ട് ഇവിടെ മഴ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കാലം ഇവിടെ ഉണ്ടാവും. ഒരു 4 മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഈ ഒരു അവസ്ഥ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കാലയളവിനെ നമ്മൾ ഈ തെക്ക് പടിഞ്ഞാറൻ കാലവർഷ, അതിൽ 2 മാസങ്ങളാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക. അത് ജൂലൈ, ഓഗസ്റ്റ്. അപ്പോൾ ഇതിനു മുമ്പ് ജൂണിലും സെപ്റ്റംബറിലും താരതമ്യേന മഴ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാലും ചില സമയത്തൊക്കെ അതിലും ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് മൺസൂൺ എന്ന് പറയുന്നത്. മൺസൂൺ. ഇതിൽ ഈ ന്യൂനമർദ്ദം എന്ന് പറയുന്നത് എന്താണ്? ഈ ടെലിവിഷൻ റിപ്പോർട്ടിങ്ങിൽ കാലാവസ്ഥാ പ്രവചനം വരുന്ന സമയത്താണ് എല്ലാവരും ഇന്ന സ്ഥലത്ത് ന്യൂനമർദ്ദം ഉണ്ടായി, ഇന്ന സ്ഥലത്ത് ന്യൂനമർദ്ദം ഉണ്ടായി ഇങ്ങനെ പറയും. നമ്മൾ കേൾക്കും, നമുക്കറിയില്ല ന്യൂനമർദ്ദം കാരണം മഴ. എന്താണ് ന്യൂനമർദ്ദം എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് കൃത്യം ഈ ന്യൂനം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ, അങ്ങനെയല്ലേ മനസ്സിലാക്കി. അപ്പൊ ഇതേപോലെ ഈ പറഞ്ഞ ഏതെങ്കിലും പ്രദേശത്ത് വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ അവിടെ ലോ പ്രഷർ അനുഭവപ്പെടുന്നു. അപ്പോൾ ഈ മുകളിലേക്ക് ഉയരുന്നതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് മഴമേഘങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഈ മുകളിലേക്ക് ഉയരുന്ന വായു ഒരിക്കലും ഒരു അസ്ത്രം വിട്ട പോലെ നേരെ മേളിലേക്ക് പോവുകയല്ല. ഈ ഭൂമിയുടെ കറക്കത്തിന് വിധേയമായിട്ട് അതിങ്ങനെ ചുറ്റി കറങ്ങത്തേ ഉള്ളൂ. ചുഴി, നമ്മുടെ ചുഴി രൂപപ്പെടുക എന്ന് പറയുന്നത്, വെള്ളത്തിൽ ചുഴിയാണ്. ഈ മുകളിലേക്ക് പോകുന്ന കാറ്റ് അവിടെ മേലേക്ക് കിടന്ന് ഇങ്ങനെ കറങ്ങും. അത് മഴമേഘങ്ങൾ, അതായത് ഈ വരുന്ന തണുത്ത കാറ്റിനെയും വരുന്നതിനെയും കൂടി എടുത്ത് ഇങ്ങനെ സൃഷ്ടിച്ച് അത് മഴമേഘമായിട്ട് സൃഷ്ടിക്കപ്പെടും. അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഈ ന്യൂനമർദ്ദം ഉണ്ടായതിൻ്റെ ഭാഗം. അതായത് ലോ പ്രഷർ ഉണ്ടായി ഈ അവിടേക്ക് ഈ മറ്റ് തണുത്ത മേഘങ്ങൾ വന്ന് അത് കാർമേഘമായി മഴയായിട്ട് സൃഷ്ടിക്കപ്പെടും. ഇതിനെയാണ് വാസ്തവത്തിൽ ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചക്രവാത ചുഴി എന്നും ഇങ്ങനെ ഒരു ചക്രവാത ഇത് തന്നെ അതായത് ചുഴി പറഞ്ഞല്ലോ, ഇങ്ങനെ സ്പൈറലായിട്ട് കിടന്ന് കറങ്ങുന്ന ഒരവസ്ഥ. ഈ മഴമേഘങ്ങൾ ഒരിക്കലും ഈ നേരെ സഞ്ചരിക്കുകയല്ല, ഇതിങ്ങനെ ഗുരുത്വാകർഷണ ബലമായിട്ട് ഭൂമിയുടെ കറക്കത്തിന്റെ ഭാഗമായിട്ട് അതും ഇങ്ങനെ വൃത്താകൃതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സംഭവം കുറേ നേരം, അതായത് വലിയ തോതിൽ ഈർപ്പമുള്ള അല്ലെങ്കിൽ മഴമേഘങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ മഴയും ഇടിമിന്നലും, അവിടെ ഈ ഇലക്ട്രിക് സംഗതികളുണ്ട്, പ്ലസും മൈനസും അടങ്ങുന്ന വൈദ്യുതി കണങ്ങൾ ഈ മഴത്തുള്ളികളിലുണ്ട്. അതാണ് നമ്മുടെ ഇടിമിന്നലും മിന്നലും ഇടിവെട്ടും ഒക്കെ സൃഷ്ടിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ചക്രവാത ചുഴി ഉണ്ടാകുമ്പോൾ ഈ വലിയ തോതിൽ ഈ മഴമേഘങ്ങൾ അവിടെ വന്ന് ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് കുറച്ച് നാൾ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഒരു കുറഞ്ഞത് 3-4 ദിവസം വരെ ഇങ്ങനെ നിന്ന് കറങ്ങിയാണ് അത് പതുക്കെ അത് ദുർബലമായിട്ട് അതിങ്ങനെ മാറുക. അപ്പോൾ അത് നിൽക്കുന്നിടത്തോളം കാലം ആ പ്രദേശത്ത് തുടർച്ചയായി ശക്തമായ മഴ ലഭിക്കുകയും ഇടിവെട്ടും അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്, ഈ ന്യൂനമർദ്ദ പാത്തി എന്നും പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. ഈ പാത്തി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ വെള്ളപ്പാത്തി എന്നൊക്കെ പറയും, ഒരു നേർരേഖ പോലെയുള്ള. അപ്പോൾ ഇതേപോലെ 2 ചുഴികളുടെ ഇടയിൽ ഒരു വേക്കൻ്റ് ഏരിയ ഉണ്ടെങ്കിൽ, അവിടെ ലോ പ്രഷർ ഏരിയ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കും ഇതേപോലെ തുടർച്ചയായിട്ട് മഴമേഘങ്ങൾ വന്ന് കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെയും തുടർച്ചയായിട്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ന്യൂനമർദ്ദ പാത്തിയും ഇതേപോലെ സൃഷ്ടിക്കപ്പെട്ടാൽ അത് പൂർവ്വസ്ഥിതിയിലാകുന്നത് വരെ തുടർച്ചയായിട്ട് അവിടെ മഴ പെയ്തിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ന്യൂനമർദ്ദം ഉണ്ടായാലും ന്യൂനമർദ്ദ പാത്തി ഉണ്ടായെന്ന് നമ്മുടെ കാലാവസ്ഥാ പ്രവചനത്തിൽ വന്നാലും 3-4 ദിവസം തുടർച്ചയായിട്ട് മഴ ലഭിക്കുക. ഇനി ഈ ന്യൂനമർദ്ദത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ വായു ചൂട് കൂടി മുകളിലേക്ക് പോയി ഇങ്ങനെ സ്പൈറലായിട്ട് കറങ്ങിക്കൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ തീവ്രത അങ്ങ് കൂടും. അങ്ങനെയാണ് ഇത് വലിയ ചുഴലിക്കാറ്റായിട്ട് മാറുക. ചെറിയ രീതിയിൽ കറങ്ങുന്നത് ശക്തമായ കാര്യം ചുഴലിക്കാറ്റും അത് പിന്നെ പ്രശ്നമാണ്. ചുഴലിക്കാറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം ഈ മേഘങ്ങൾ വന്ന് കൂടുക എന്ന് പറയുന്നതിൻ്റെ തീവ്രത വർദ്ധിക്കും. അതിനോടനുബന്ധിച്ചുള്ള മഴ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ ന്യൂനമർദ്ദം ഉണ്ടായിരുന്നതിനേക്കാൾ തീവ്രമായ തോതിൽ ന്യൂനമർദ്ദം ഉണ്ടായത് പരിഹരിക്കപ്പെടാൻ ഒരാഴ്ച സമയം എടുക്കുമെങ്കിൽ ഇത്തരം ഇത്തരം സൈക്ലോണുകളായിട്ടൊക്കെ മാറുകയാണെങ്കിൽ അത് പൂർവ്വസ്ഥിതിയിലാകാനും വേണ്ടി കുറേയും കൂടി സമയമെടുക്കും.
അത്രയും കൂടി മഴയും അതുമായി ബന്ധപ്പെട്ടുള്ള കാറ്റും അതേപോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ അത്രയും കൂടി സമയം എടുക്കുന്നൂടി മനസ്സിലാക്കി വെക്കണം. ഏതായാലും ന്യൂനമർദ്ദമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. ഈ മഴ കിട്ടുന്നതിൻ്റെ കാരണം പറയുമ്പോൾ ന്യൂനമർദ്ദത്തിൻ്റെ വിഷയം കൊണ്ടാണ് മഴ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സാധാരണ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത് ഈ ഒരു സീസണായിട്ട് ഇപ്പോൾ മൺസൂൺ ഇങ്ങനെ വേനൽ മഴ ഇങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കാലം തെറ്റിയുള്ള മഴയാണ്. അല്ല, അതിന് അടിസ്ഥാനപരമായി മഴ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ചൂട് കൂടുമ്പോൾ ആ ഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു വേക്കൻ്റ് ഏരിയ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങോട്ടേക്ക് മറ്റു സ്ഥലങ്ങളിലുള്ള കാറ്റ് വന്ന് അടിച്ചു കയറുന്നു. അങ്ങനെ അത് മഴമേഘമായി മാറുകയും അത് അവിടെ നിന്നങ്ങ് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് പശ്ചിമഘട്ട മലനിരകൾ ഉള്ളതുകൊണ്ട് ആ വന്ന് കയറുന്ന വായു അവിടെ തങ്ങി നിൽക്കുന്നു, അത് പെയ്യുന്നു. നമ്മുടെ പശ്ചിമഘട്ടത്തിനപ്പുറം ഉള്ള മേഖലയിൽ മഴ കുറവാണ്, താരതമ്യേന കുറവാണ്. കാരണം ഇതാണ്, ഇവിടെ വന്ന് തങ്ങി നിൽക്കാൻ ഇങ്ങനൊരു സെറ്റപ്പ് ഉള്ളത് കൊണ്ടാണ്. ഏതായാലും ഒരു ഇങ്ങനെ പറഞ്ഞു പോകാൻ കഴിയത്തക്ക രീതിയിൽ നമുക്ക് ചില സംശയങ്ങൾ തീർക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ? എൻ്റെ ഈ സംശയങ്ങൾക്ക് ഇനിയും അല്ല, ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കണം. ഈ നമുക്ക് കൃത്യമായ ഇടവേളകൾ സംഭവിക്കുന്നുണ്ട് ഓരോ ഋതുഭേദങ്ങൾക്കും. മഴക്കാലമായാലും ശരി, മഞ്ഞുകാലമായാലും ശരി, വേനൽക്കാലമായാലും ശരി. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. ഒന്ന്, ഈ പറയുന്ന പോലെ സൂര്യനെ ചുറ്റി ഭൂമി വലം വെച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആ അകലം കൃത്യമായ അകലത്തിലൂടെയല്ല, ഓരോ അകലത്തിനും ഓരോ വ്യത്യാസമുണ്ട്. ഏറ്റവും അടുത്ത് വരുമ്പോൾ വേനൽക്കാലവും അകന്നകന്ന് പോകുന്നതിനനുസരിച്ച് ഓരോ ഋതുഭേദങ്ങൾ മാറിക്കൊണ്ട് അത് ഒരു ചുറ്റിക്കറങ്ങി അത് കൃത്യമായി കറങ്ങുന്നതുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര സമയം കഴിയുമ്പോൾ അടുത്ത കാലാവസ്ഥ വരും എന്ന് പ്രവചിക്കാം. പക്ഷെ അതിൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഇത്തരത്തിൽ മഴകൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നുണ്ട്. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, വലിയ രീതിയിൽ ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂട് വർദ്ധിച്ചാൽ അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ ഈ കാറ്റ് മുകളിലേക്ക് പോവുക, അവിടെ മഴമേഘങ്ങൾ വന്ന് കയറി പെയ്യുക, ഇത് നിരന്തരമായി സംഭവിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്രഖ്യാപിത മഴക്കാലങ്ങൾ ഉണ്ടാകുന്നത്.